അവിടെ ഇരുന്ന് മാന്തി വിടാറുണ്ട്. അപ്പം അങ്ങനെ വീട്ടിലെത്തി. ഇപ്രാവശ്യം തീറ്റ വന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പിന്നെ കടയിൽ നിന്ന് ഇപ്പോൾ വേസ്റ്റുകളൊന്നും എടുക്കാത്ത കാരണം അപ്പോൾ ലെയർ തീറ്റയും തവിടും പിണ്ണാക്കൊക്കെയാണ് മെയിൻ തീറ്റ കേട്ടത്. രാവിലെ കുറച്ച് ലെയർ തീറ്റ കൊടുക്കും, വൈകുന്നേരം വരുമ്പോൾ ഇച്ചിരി ലെയർ തീറ്റയും പിന്നെ കുറച്ച് തവിട് അതും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കും. ഇതാണ് നമ്മുടെ ഐറ്റം. മുട്ട അവിടെ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താടാ കോഴിക്കാഷ്ടം വേണമെങ്കിൽ ഇവിടെയുണ്ട്, ഇത്തിരി ഹാർഡായിട്ടുള്ളത് വേണമെങ്കിൽ ഇവിടെയുണ്ട്, അതിന് ഹാർഡുള്ളത് അവിടെയുണ്ട്. എല്ലാത്തിനും ദ്രശ്യം മിക്സ് ചെയ്ത് കോരി കൊണ്ടുപോവാം. കവറ് അവിടെ ഇരിക്കണേ. കോഴിക്കാഷ്ടം എടുക്കാൻ വന്ന് പിന്നെ കോഴിക്കൂട്ടി കയറി ഓരോ പണികൾ ചെയ്ത് നേരം പോയി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞോട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സ്പ്രിംഗ്ലർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വർക്ക് ചെയ്യാത്താനും ഇവർക്ക് ചൂടിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും വെള്ളം സുലഭമായി ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ കുറച്ച് കോഴികൾ അങ്ങോട്ടൊക്കെ മാറ്റിയിടാനുണ്ടായിരുന്നു. അപ്പം അതിനെ തിരിച്ചിടലായിരുന്നു ഇത്ര നേരം. തണുപ്പ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നമുക്കിനി നമ്മുടെ പിക്കാസും കോഴിവളവും കൊണ്ട് പോവാം. കിണറിൽ വെള്ളം നിറഞ്ഞ് നിൽക്കണ്ടോ. പിക്കാസ് കിട്ടിയില്ല, അപ്പോൾ കിട്ടിയത് ഇളങ്ക അതെങ്കിൽ അതും കൊണ്ട് പോവാം. ഇപ്പോൾ പിക്കാസ് കോഴിക്കൂടിൻ്റെ ഉള്ളിലാണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ വീട്ടിലെത്തി. കോഴിവെള്ളം ഇളാൻ കൂടി ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഉച്ചയായില്ലേ, ഇനി റെസ്റ്റ്. ഈ നേരത്ത് ചെടി കുഴിച്ചിട്ടാൽ ശരിയാവില്ല. ഒന്ന് വെയിലൊക്കെ ആറിയിട്ട് നടാന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നാളെ രാവിലെ നടാം. വൈകുന്നേരം ഇനി പള്ളിയിൽ പോകണ്ടല്ലേ. ഗിനിക്കോയിനെ ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങള് ഇറച്ചി ഇട്ടു, മസാല ഇട്ടു, സവോള ഇട്ടു, ഇഞ്ചി ഇട്ടു, സൂപ്പർ. ഉപ്പ് ഇട്ടു. ഇട് വേഗം. സ്റ്റീവാണ് കുക്ക്, ഷെഫ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഷെഫുകളാണ്. അപ്പൊ നമുക്ക് അമ്മി ഷെഫ്, സ്റ്റീവ് ഷെഫ്, അടുത്ത ഷെഫ് കസേരയും കൊണ്ടുവരുന്നു. അവിടെ അപ്പുറത്ത് ഇവിടെ സ്ഥലമില്ല. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നീ അവിടെ ഇരിക്കുമ്പോളെ നിന്നെ കാണില്ല, നിന്റെ കാല് മാത്രം കാണുന്നുള്ളൂ. ഇരിക്കി, നീ അവിടെ കസേരയിട്ട് നിക്കൊന്നും വേണ്ട. നീ നിന്നാ പോലെ, നിനക്ക് എന്തിനാ ചേർന്ന് കഴിച്ചിട്ടല്ലോ. സ്റ്റീവ് ബിഗ് ആവണല്ലോ. അത് സ്റ്റീവ് ബിഗ് ആണോ? നമുക്കിന്നെ മിക്സ് ചെയ്തിട്ടേ എന്തൊരു ചെയ്യാ സ്റ്റീവ്, കുക്കറിലിട്ട് വേവിക്കാം. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാൻ കുക്കറിൽ ഇറച്ചിയിട്ട് വേവിച്ച് വെച്ചു കേട്ടോ. അപ്പം ഇനി വേഗം മസാല ഒന്ന് റെഡിയാക്കുകയാണ്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. ഗിനിക്കോയുടെ ഇറച്ചിയല്ല കേട്ടോ, അത് ചിക്കനാണ്. സ്റ്റീവ് അത് ഗിനിയുടെ ഇറച്ചിയാണെന്നൊക്കെ പറഞ്ഞ് വന്നേക്കുന്നതാണ് കേട്ടോ. അവന് ഒരു പ്രാവശ്യം അന്ന് നമ്മൾ ഗിനീനെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗിനിക്കോഴിയാണെന്ന്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഇപ്പം എല്ലാം കാണുമ്പോൾ ഗിനിയാണ് അവന്. അങ്ങനത്തെ ഈ മസാലയൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഈ സൈഡിൽ ഞാൻ
സ്റ്റിക്കർ ഇത് വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ മഞ്ഞപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ച പോലെ ഇരുന്നായിരുന്നേ. അത് ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ്. ഞാൻ അന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു മഞ്ഞപ്പ് പോലെ കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞായിരുന്നു വൈറ്റ് ഒട്ടിക്കണ്ടായിരുന്നു, അത് ഭയങ്കര പാടല്ലേ, ക്ലീൻ ആക്കുക, ഇനി തുടച്ചാലൊന്നും പോവില്ലാന്ന്. പക്ഷേ ഫുൾ നല്ലോണം നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പോകട്ടെ. അങ്ങനെ ഫുൾ ഏരിയ ക്ലീൻ ആക്കി. അങ്ങനെ ദേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വേഗം റെഡിയായി. പിന്നെ ഇവിടെ രണ്ടുപേര് കുറച്ച് നേരമായിട്ട് വെള്ളത്തിൽ സൗണ്ട് ഉണ്ടാക്കൽ, സിമെൻറ്റ് പണി, എന്തെല്ലാം പണികൾ ചെയ്തുകൊണ്ടിരിക്കണേ അറിയോ. മോളെ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് ആരിലും മെറ്റലൊക്കെ. നീ വീണ്ടും പുതിയ തീർക്കണോ? വെള്ളത്തിൽ കല്ല് വീഴുമ്പോൾ സൗണ്ടാണ്. സന്തോഷായോ? എന്നിട്ട് നമ്മൾ ഈ മെറ്റലൊക്കെ എന്തിട്ട് ചെയ്യാ? ഇതിവിടെ തന്നെ ഇടാം. ഇവിടെ എന്തായാലും ഇത്തിരി കുഴിഞ്ഞ് കിടക്കണ സ്ഥലം, അവിടെ കിടന്നോട്ടെ കേട്ടോ. ഇനി നമുക്കേ അവിടെ സിമെന്റ് ഇടണം. ഗ്രേസ് ഹെൽപ്പ് ചെയ്യോ? അവിടെ നമ്മുടെ കാറ് കയറണില്ലേ, അതിൻ്റെ ആ ടൈലിൻ്റെ സൈഡിൽ എഡ്ജിലൊന്നും സിമെന്റ് ഇല്ല, നമുക്ക് അവിടെ ഇടണം. ഹെൽപ്പ് ചെയ്യാൻ വരുമോ? ഇപ്പോഴല്ല, ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് വെയിലാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെടികളവിടെ കുഴിച്ച് തരണം. എന്തേടി രസാണ് ശരിക്കും. എന്തിനാടി പാവ എടുത്തിട്ടൊന്ന് വെള്ളം അടിച്ചാൽ എന്ത് കൊണ്ടു കൊടുക്ക്, അതിന് കുപ്പിയിലോടെ എടുത്ത് കൊടുക്ക്. പാവം അത് അവിടുന്ന് കഷ്ടപ്പെട്ടൊരു കുപ്പി വെള്ളം എടുത്തൊരു ഇവിടെ ഒഴിച്ചാടി കളയുന്നു. ഇവിടെ എന്ത് സാധനം നോക്കിയത്? ഏയ് ശുദ്ധമായ ജലം മാത്രം. അത് കളിക്കട്ടെ, വിശക്കുമ്പോ വിളിക്കും, അപ്പൊ കൊടുക്കുക. മകള് കളിച്ചോട്ടാ. അപ്പൊ അമ്മയും ഭക്ഷണം കഴിക്കാൻ പോകണ്ട കേട്ടാ. കളിച്ച് കഴിയുമ്പോ പോരെ. നിനക്ക് എന്ത് ഹവറ്റുകൾ കളിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം? നമ്മുടെ നാടൻ ചിക്കൻ, നമ്മുടെ സ്വന്തം ഫാമിലെ ചിക്കൻ. ഞാൻ കാല് വെച്ചപ്പോഴേ അവരോട് ഇത്തിരി വലുതാക്കി ഇടാൻ പറഞ്ഞ, മീൻസ് ലെഗ് പീസായിട്ട് ഇടാൻ. അപ്പോൾ അവരത് എന്നിട്ടാണ്ട് വലിയൊരു പീസായിട്ട് ഞാൻ ഇട്ട് വെച്ചു. നിനക്കെങ്കിലും വെട്ടി മുറിച്ചിടായിരുന്നില്ലേടി? ആ കാലിൻ്റെ പീസ് ഒരു ഇച്ചിരി നീട്ടം കുറച്ചിടായിരുന്നില്ലേ? ആക്ച്വലി അന്ന് നമ്മൾ ഗിനിയുടെ ഇറച്ചിയും കൂടിയും അന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗിനീനെ അവർ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തു കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് കവറിൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലോ നമ്മളന്ന് വെച്ചത് ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ. അന്ന് നമ്മൾ വെച്ചത് ഗിനിയുടെ ഇറച്ചിയായിരുന്നു. കാരണേ അന്ന് അതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ. ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. വലിയ പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല. സ്പെഷ്യൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയി. ഇതെന്റെ ചായ ആയിരുന്നു. ഇനിയും ചൂടാറാൻ വെച്ചത് ഞാൻ വെച്ചതല്ലോ, ചേട്ടനല്ലേ ഇപ്പൊ തന്നെ വെച്ചത് പോയേ. അതായത് അത്രയും ചായ വെച്ചത് ഞാനല്ലേ, ഇത്ര നമുക്ക് ഇപ്പൊ എടുക്കാല്ലേ, അത്ര മതിയാവില്ല. ആ പാത്രത്തിലിട്ട് കഴിക്കാം. നല്ല മണം. ഫ്രഷ് അച്ചാർ ഇങ്ങനെ അവരോട് കളിച്ചോട്ടെ. അവന് വിശക്കണ്ടെങ്കിൽ വരുമല്ലോ. പറയട്ടെ, എന്ത് കഷ്ടം. കളിക്കുള്ള പിള്ളേരെ വിളിച്ചിട്ട് വരും. അത് നനഞ്ഞ് കഴിഞ്ഞിരിക്കണ്ട, അതിനെ കുളിപ്പിക്കണം കേട്ടോ. അവറ്റകള് കളിക്കട്ടെ മിടു. വെള്ളം കുപ്പിയിൽ ഇറക്കാൻ നിൽക്കണ്ട. ഒരെണ്ണം അവിടെ ഇരുന്ന് മാന്തി വാറുണ്ട്. ഇവിടെ രണ്ടാൾക്കാരെ മേത്ത് ചെളിവാരി മേത്തിട്ടിട്ട് പറയാ ഹാപ്പി ഹോളി. ചോറും മിഡു സ്പെഷ്യൽ അച്ചാറും. എന്ത് അമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ചോറുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
നമ്മൾ നാടൻ കോഴിയുടെ ഈ തൊലി കഴിക്കാൻ നല്ല രസം ഉണ്ടാവും. നാടൻ കോഴിയുടെ തൊലിയിലാണ് ആ ഒരു നെയ്യും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇരിക്കുന്നത്. ഞാൻ ദുബായിലായിരുന്ന സമയത്തേ അവിടെ ദുബായിലോ അതെ സൗദിയിലോ അതെ ഒക്കെ നമ്മുടെ ഈ ഫിലിപ്പീൻസ് ഉണ്ടല്ലോ, നമ്മൾ ഇറച്ചിക്കോഴിനെ മേടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ഇറച്ചിക്കോഴി കിട്ടുന്നത് വിത്ത് തൊലിയോട് കൂടിയാണ്. അപ്പോൾ ആ തൊലി നമ്മളെടുത്ത് ഒഴിവാക്കും. നമ്മൾ തൊലി ഒഴിവാക്കുമ്പോൾ ഒരാൾ ഒഴിവാക്കണ തൊലി എടുക്കാനായിട്ട് നമ്മളോട് മുന്നേ പറയും കോഴിനെ മേടിക്കും തൊലി ഞങ്ങൾക്ക് വേണമെന്ന്. അങ്ങനെ അവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. സൂപ്പറാണ്. ഇന്നത്തെ കറിയിനേക്കാളും സൂപ്പർ മിടുവിൻ്റെ അച്ചാറാണ്. അച്ചാറ് കഞ്ഞി കൂടിയോ? മതി 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 മതി. അച്ചാറ് വേണോ? ഇതില്ല. ഇനി നമ്മുടെ ചട്ടി വെടിക്കലാണ്. നല്ല എരിവുണ്ട് കേട്ടോ അച്ചാറിന്. സൂപ്പർ എരിവാ. തലക്കൊക്കെ ഒരു കിറുക്കം. എനിക്കും തല എന്തോ ഇതാക്കണ പോലെ. അത് നാളേക്ക് ആവുമ്പോ സെറ്റ് ആവുള്ളൂ. പ്രാണി അടിപൊളി വിടും. സെറ്റ് ആവുന്നില്ല. 2 വർഷം കിട്ടുമോ? ആ അതെ തന്നെ ഇപ്പൊ തരാം. അടിപൊളി. രണ്ടു വർഷം കിട്ടോ? മാങ്ങയുടെ കഷ്ണം ഇല്ലാണ്ടായി. രണ്ട് കഷ്ണം ഇട്ടിട്ടാടി. ഓളെന്തുറ്റി കാണണേ? ഓ ചെല്ല് ചെല്ല്. വിടുവിനെ വെയിറ്റ് ചെയ്തെന്നാലേ ഇന്ന് എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല. ആഹാ ഒരു കറി കയറുന്ന ഇങ്ങനെ കടിക്കാൻ കിട്ടിയാലേ ടേസ്റ്റ് ഉള്ളൂ. ചെളിയല്ലേ? ഒരു ഹോളി ആഘോഷിക്കായിരുന്നു. അടിപൊളി. താങ്ക് യു മിഡു. ചിക്കൻ കറിക്കൊന്നും നല്ല ടേസ്റ്റ്. അച്ഛാ നല്ലൊരു സൂപ്പർ ഇരുന്നാലും സൂപ്പർ ഇരുവണ്ട. അതാണ് എൻ്റെ രസം. കപ്പ എവിടെയാ? നേരത്തെ നമ്മൾ പണി കഴിഞ്ഞപ്പോ കട്ടൻ ചായ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇനിയുണ്ട് കുറെ. ചോറൂണ് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടോ? നല്ല രസം. അപ്പോൾ ഇനി ഇവനെ ഇതേപോലെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ എന്തായാലും ഇതിനെ പറിക്കാൻ പോവാണ്. കാരണം ഇത് ചെറുതായിട്ടിരിക്കുമ്പോൾ ഇതുമ്പോൾ പുഴുവൊക്കെ വരുന്നുണ്ട്. പക്ഷെ വലുതായി കഴിയുമ്പോൾ വലിയ പുഴുവിൻ്റെ ശല്യമില്ല എന്ന് എല്ലാവരും പറയണം. ഇപ്പം ഇതുമ്പോൾ പുഴുവാണോ പ്രാണിയാണോ കണ്ടോ? ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എന്തായാലും നമ്മളിവനെ തിരയാൻ പോവാം.
എൻ്റെ വേര് ഭയങ്കര ആഴത്തേക്ക് പോയിരുന്നു, ഞാനത് വിട്ടു പോരണില്ല. നമ്മൾ ഇവിടെ നടാമെന്ന് വിചാരിച്ചു, കാരണം അപ്പുറത്തെ സൈഡിൽ ഒട്ടും ഗ്യാപ്പ് തോന്നണില്ല. അപ്പോൾ അവിടെ വീട്ടിൽ പറഞ്ഞിരിക്കേണ്ടത് അനിലളിയും വന്നു കഴിയുമ്പോൾ ചോദിച്ചിട്ട് എവിടെ നടേണ്ടതെന്ന് വെച്ചിട്ട് അവിടെ നടാമെന്ന് വിചാരിക്കണം. ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് വഴിയിലേക്കൊന്നും പോകാത്ത രീതിയിൽ ഇത്തിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നട്ടാൽ സേഫായിരിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും ഇതിന് നടാമെന്ന് വെച്ചു. അപ്പുറത്തെ സൈഡോടെ പെൻഡിങ് ഇട്ടേക്കാണ്. മോളെന്തെങ്ങനെ എടുക്കണേ? സാധനങ്ങൾ എടുത്ത് വയ്ക്കി, കപ്പും സാധനങ്ങളൊക്കെ നേരത്തെ കൊണ്ടിട്ടത്, ചെരുപ്പൊക്കെ എടുത്ത് വയ്ക്കി. അപ്പം ഇവിടെ നമ്മൾ സ്ഥാനം കണ്ടേക്കാണ് അവന്. കാക്കേ ഇത് കുഴിച്ചിടാവോ? ഇത്ര മീനാ? എന്തിട്ട് വെച്ചപ്പ അല്ല അപ്പ എന്തിട്ട് വെച്ചാ ഇങ്ങനെ കുഴി ഉണ്ടാക്കണേ? എന്തിട്ട് ഈ സാധനത്തിന് പേര്? എളാങ്ക. ഇതപ്പോ എടുത്തതാ? ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടാക്കിച്ചത്? ആരെ? ജോമൻ ചേട്ടനോട് കാശ് കൊടുത്തോ? ഒരു ഫ്രീ ആയിട്ട് ആരും ഉണ്ടാക്കി തരൂടി. എന്തെങ്കിലും കുഴിയട്ടോ പിന്നെ അത് ചെരുപ്പ് ഗ്രേസും മിടും കൂടിയും ജിമ്മിൽ പോയി. ഇന്ന് മുതൽ ഗ്രേസിന് ജിമ്മിൽ പോകണമെന്നും പറഞ്ഞ് ഗ്രേസും പോയിട്ടുണ്ട് ജിമ്മിൽ. എന്താവോ എന്തോ. സ്റ്റീവ് കരയാണ്. ഇവർ പോയത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്തിന് കരഞ്ഞാണാവോ? ഞാനവിടെ ചെന്നപ്പോൾ ഒരു കുഴപ്പമില്ല.
മഞ്ഞച്ചെടീനെ നമ്മൾ ഇവിടെ സ്ഥാപിച്ചു കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞ് അറിയാം പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല, കാരണം കുറേ വേരുകളൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നു. ഇനി അളിയൻ വരുമ്പോൾ അറിയുള്ളൂ, അളിയനോടൊന്ന് മാറ്റി കുഴിച്ചിടാൻ പറയുമെന്നും അറിയില്ല. എന്തായാലും ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഭംഗിയാണല്ലേ. അപ്പം എൻ്റെ കൂടെ ഇന്ന് ഗ്രേസും ഉണ്ട് ജിമ്മിൽ. കുറേ ദിവസമായി പറയണേ ഞാനും വരട്ടെ എന്ന്. അപ്പോൾ അവളെയും കൊണ്ടാണ് ഇന്ന് പോണത് കേട്ടോ. എനിക്ക് മമ്മയുടെ കൂടെ വരണം, വെക്കേഷനല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെയും കൊണ്ട് പോവാം. എത്ര ദിവസം അവളെയും കൊണ്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അവൾ അവിടെ കിടന്ന് കുറച്ച് നേരം ഓടിച്ചാടി എന്തെങ്കിലുമൊക്കെ എക്സസൈസോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഗ്രേസിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. മുമ്പ് ഞാൻ ജിമ്മിൽ പോയപ്പോൾ അവളെ കൊണ്ടുപോയിട്ടുണ്ട് 1-2 പ്രാവശ്യം. അപ്പോൾ പിന്നെ സ്കൂൾ ടൈം ആയതുകൊണ്ട് പിന്നെ ആ സമയത്തൊന്നും അവളെപ്പോഴും നമുക്ക് കൊണ്ടുപോകാൻ എപ്പോഴും പോസിബിൾ അല്ലല്ലോ. ഇവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ആൾക്ക് വരാനും എന്തിട്ടൊക്കെ ചെയ്യുക അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗ്രേസ് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടി നടൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ചായ വയ്ക്കാൻ വന്നേക്കാണ്. നേരത്തെ കട്ടൻ ചായ ഇത്തിരി ഇരിക്കണ്ടേ, അത് ഇത്തിരി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് ഇതിൽ പൊടിയിട്ടിട്ട് വേണം അമ്മയ്ക്കും മിടുവൊക്കെ ഒരുമിക്ക് റെഡിയാക്കി വെക്കാൻ. നമ്മുടെ ചെടി അവിടെ നിൽക്കണ്ട കേട്ടോ. പക്ഷേ എനിക്ക് തന്നെ ഒരു ഇത് കണ്ട, ഇപ്പോൾ ചെടി അവിടെ നിൽക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ നിൽക്കണം നമ്മുടെ ചെടി, പക്ഷേ ഭയങ്കര വേർപ്പ്. പക്ഷേ നമ്മുടെ വഴിയിലേക്കുള്ള ഒരു വ്യൂവിനെ അത് ബാധിക്കുമോ എന്നറിയില്ല. ഇനി മിഡു എൻജിനീയർ വന്നിട്ട് വേണം അതിൻ്റെ തീരുമാനം അറിയാനായിട്ട്. എന്തായിരിക്കും, ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും സ്ഥാനം മാറ്റേണ്ടി വരുമാവും. അപ്പം നമ്മൾ ഇന്ന് ചായക്ക് ഇടാൻ പോണ ചായപ്പൊടി എന്ന് പറയുന്നത് ഹൈ10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചായപ്പൊടി ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം മിഡു ഓൾറെഡി എനിക്ക് തോന്നുന്നു കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിറ്റെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഞങ്ങളുടെ അവിടെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കണേ, അവരുടെ തേയിലയാണിത്. ചായപ്പൊടിയാണ്, അടിപൊളി സാധനമാണ് കേട്ടോ. അടിപൊളി സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഈ ഇലയായിട്ടുള്ള ടൈപ്പ് ഉണ്ടല്ലോ, അതും ഉപയോഗിച്ചിരുന്നു. നല്ല സൂപ്പർ ചായപ്പൊടി. പൊടി ഇതേ ഇന്ന് തുടങ്ങി ഉപയോഗിച്ച് തുടങ്ങി. രാവിലെ മിഡു ചായ തിളപ്പിച്ച് തന്നിരുന്നു. ഇപ്പം അതേ വീണ്ടും ഞാൻ ചായ വയ്ക്കാൻ പോണ്. അടിപൊളി ചായയാണ്, സൂപ്പറാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഈ പുറത്തേക്ക് കയറ്റി വിടുന്നതാണ്. അറബിയിലൊക്കെ എഴുതിയാൽ കണ്ടില്ലേ. ഇതെവിടേക്കുള്ളതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഖത്തറോ കുവൈറ്റോ എവിടേക്കാണ്ട് പോകാനുള്ള സാധനമാണിത്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അവരിപ്പോൾ ഇത് എക്കോപീഡിയ വഴി ഡെലിവറി ചെയ്യണാനും എക്കോപീഡിയ എന്നുള്ള സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് മുകളിൽ. ചൂട് ചൂട് ചൂട്. നമ്മുടെ ചായ റെഡി. ഹലോ, എന്ത് പറയുന്നു രണ്ട് ചിമ്മത്തികളും? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഒരു വെളിച്ചല്ലേ, എന്റെ ഒരു പച്ചപ്പ് ഹരിതാവ് നഷ്ടപ്പെട്ടപ്പോ നിനക്ക് വിഷമം തോന്നില്ലേ? നീയല്ലേ പറഞ്ഞ മൊത്തം വെട്ടി കറക്റ്റായിട്ട് നിർത്തണമെന്ന്. ആയോ കേറ്, നേരം വൈകി ചായ കുടിക്കാം. ചായ ചൂടാക്കാൻ പറ്റാണ് ബെസ്റ്റ്. ഞാൻ ചായ ഒന്നുകൂടി ചൂടാക്കാൻ വെച്ചേക്കാണ്, അല്ലെങ്കിൽ ഈ ചായ ചൂടാക്കി കുടിച്ചു വരുമ്പോഴേക്കും നേരം വൈകും. ഇപ്പം മിഡു വന്നപ്പോൾ നല്ല സൂപ്പർ ലഡു സ്വീറ്റ് പാർലറിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓറഞ്ച് ലഡു വേഗം 5:45. വേഗം കുളിക്കല്ലേ, നീ കുളിച്ചിട്ട് ഞാൻ കുളിച്ചോണ്ട്. അങ്ങനെ ഞാൻ വേർക്കൂല, നീ വരുമ്പോഴേക്കും. വേണ്ട, നീ വേഗം കുളിച്ചിട്ടോ. പള്ളിക്ക് പോണ്ട സമയമായി. മങ്കി പറന്നു പോവും. എങ്ങോട്ട് പറന്നു? വാ. അപ്പൊ അങ്ങനെ കുർബാനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. കുറുമ്പ അപ്പിയാണ് കുറുമ്പൻ.
ഈ ചെടിക്കും വെള്ളം ഒഴിക്കണം കേട്ടോ. ഇവിടെ ഞാൻ രാവിലെ ഏൽപ്പിച്ച പണിയായിരുന്നു ഇതൊക്കെ. അയ്യേ ആ ചവിട്ടിയുടെ തലയുടെ കൂടെ എറിഞ്ഞ്. പള്ളിയിൽ പോയി വന്ന് നേരെ വീട്ടിലേക്ക് വന്നേക്കണ്ട. കോഴികളുടെ അടുത്തേക്ക് ഇന്ന് ഇട സമയത്ത് വരാൻ പറ്റിയിട്ടില്ല. രാവിലെ നമ്മൾ വന്നില്ലേ, അതിനുശേഷം ഇപ്പോഴാണ് വരണേ. അപ്പൊ അങ്ങനെ കോഴിക്കൂട്ടിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.